എക്കാലത്തെയും മഹാനായ യോദ്ധാവിൽ നിന്ന് ഭീഷ്മറിന്റെയും ദ്രോണാചാര്യരുടെയും ഗുരുവായ പരശുരാമനിൽ നിന്ന് ആയുധവിദ്യ പഠിക്കാൻ കർണൻ ദൃഢനിശ്ചയം ചെയ്തു. എന്നിരുന്നാലും പരശുരാമൻ ബ്രാഹ്മണരെ മാത്രമേ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. താഴ്ന്ന വംശജനായ കർണൻ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടില്ല. അതിനാൽ കർണൻ ബ്രാഹ്മണനായി വേഷം മാറി കള്ളം പറഞ്ഞു. വർഷങ്ങളോളം ഏറ്റവും ശക്തമായ ആകാശായുധങ്ങളിൽ പ്രാവീണ്യം നേടിയ പരശുരാമന്റെ കീഴിൽ കർണൻ പരിശീലനം നേടി. എന്നിരുന്നാലും വിധി അതിന്റെ ക്രൂരമായ തന്ത്രം പ്രയോഗിച്ചു. ഒരു ഉച്ചതിരിഞ്ഞ് പരശുരാമൻ കർണന്റെ മടിയിൽ ഉറങ്ങുമ്പോൾ ഒരു തേൾ കർണന്റെ തുടയിൽ കടിച്ചു. വേദന അസഹനീയമായിരുന്നു. പക്ഷേ കർണൻ അനങ്ങിയില്ല. ഗുരുവിന്റെ വിശ്രമത്തിന് ഭംഗം വരാതിരിക്കാൻ അവൻ പൂർണ്ണ നിശബ്ദതയിൽ വേദന സഹിച്ചു. പരശുരാമൻ ഉണർന്ന് രക്തം കണ്ടപ്പോൾ ഒരു ബ്രാഹ്മണനും നിലവിളിക്കാതെ അത്തരം വേദന സഹിക്കാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കി. വഞ്ചിക്കപ്പെട്ടതിൽ കോപാകുലനായി അവൻ കർണനെ ശപിച്ചു. നീ കള്ളം പറഞ്ഞതിനാൽ നിനക്ക് ഏറ്റവും ആവശ്യമുള്ള നിമിഷം നിന്റെ ഏറ്റവും വലിയ ആയുധമായ ബ്രഹ്മാസ്ത്രം നീ മറന്നുപോകും. ഈ ശാപം അർജുനനുമായുള്ള അവസാന യുദ്ധത്തിൽ കർണന്റെ വിധി നിശ്ചയിക്കും.